ജാസ്മിനും ജിൻഡോയുമാണ് ഈ ആഴ്ച ജയിലിൽ പോയത്. അപ്പൊ അതുകൊണ്ട് തന്നെ രാത്രി 1 മണിക്കും കണ്ടന്റിന് ഒരു കുറവുമില്ല. ഇവരുടെ ജയിലിന്റെ ഷേപ്പ് ഒരു എൽ ഷേപ്പ് ആണ് കേട്ടോ. ആ എൽ ഷേപ്പിന്റെ അകത്ത് വാഷ്റൂം വരുന്നുണ്ട്. വാഷ്റൂമിന് ഇപ്പുറത്തായിട്ട് AC കിട്ടുന്ന ഒരു ചെറിയ സ്ട്രിപ്പ് ഓഫ് സ്പേസ് ഉണ്ട്. അപ്പുറത്തും ഒരു സ്പേസ് ഉണ്ട്. അവിടെയാണ് ജയിലിലുള്ളവർക്ക് വെള്ളം കുടിക്കാനുള്ള കുടം ബിഗ് ബോസ് വെച്ചിരിക്കുന്ന ആ ഒരു ചെറിയ സ്പേസില്ല. അപ്പോൾ ജാസ്മിൻ ഈ ഒരു മൂലയിലേക്ക് കിടക്കുന്നു. ആ സമയത്ത് ജിൻഡോ പറയുന്നത് നിന്റെ തലയിടിച്ച് കുടം പൊട്ടിപ്പോകും, അതുകൊണ്ട് അത് മാറ്റി വെക്കുക എന്നുള്ള രീതിയിൽ പറയുന്നു. അപ്പൊ ജാസ്മിൻ അടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ കിടക്കുന്നുണ്ട് ജാസ്മിൻ. അപ്പൊ കുറെ നേരം കഴിഞ്ഞിട്ട് ജാസ്മിന്റെ കാലിന്റെ ഭാഗത്തായിട്ടാണ് ജിൻഡോ കിടക്കുന്നത്. അപ്പം മാറിക്കിടക്കാൻ പറയുകയാണ് അങ്ങോട്ട്. താൻ മാറിക്കിടക്കണോ, താൻ മാറിക്കിടക്കണോ. ആദ്യം ജിൻഡോ കാക്കാന്നൊക്കെ വിളിച്ചു. അത് ബ്രോ, ജിൻഡോ ബ്രോ മാറിക്കിടക്കണോ, എടോ ജിൻഡോ, പിന്നെ എടോ ജിൻഡോ ആയി, എടോ ജിൻഡോ മാറിക്കിടക്കണോ. അങ്ങനെ ആ ഒരു സ്വിച്ചിങ് നമുക്ക് കാണാൻ സാധിക്കും. ഈ ആഴ്ചത്തെ ടാസ്കുകളിൽ കിട്ടിയ അലക്ക് കാരണം ബോഡി പഞ്ചറായിട്ടുള്ള ആ മനുഷ്യൻ ഒന്ന് കാല് നീട്ടി വെച്ച് കിടക്കുന്നതാണ് ജാസ്മിനെ ട്രിഗർ ആക്കുന്നത്. കുടം വെക്കുന്ന സൈഡിൽ ആരും കിടക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ജാസ്മിനാണ് ആദ്യമായിട്ട് അവിടെ കിടക്കുന്നത്. ജിൻഡോ പറയുന്നത് AC കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ജാസ്മിൻ പറയുന്നുണ്ട് അത് കൂളിംഗ് കുറച്ചേ കിട്ടുന്നുള്ളൂ, ഈ ഒരു ഭാഗത്തായിട്ട് മാത്രമേ കിട്ടുന്നുള്ളൂ എന്ന്. അതൊന്നും എനിക്ക് വിശ്വാസം വരുന്നില്ല. അത് നല്ല കൂളിംഗ് കിട്ടുന്ന ഏരിയ ആണെന്ന് തോന്നുന്നു. അതാണ് ജാസ്മിൻ അവിടെ സുഖം പിടിച്ച് കിടന്നത്. ജാസ്മിൻ അവിടെ കിടക്കാൻ തീരുമാനിക്കുന്നതിന് ഇങ്ങനെ ഒരു കണ്ടന്റ് മുന്നിൽ കണ്ടിട്ടാണ് എന്ന് വരെ എനിക്ക് തോന്നിപ്പോയി കേട്ടോ. ആ ഒരു സ്വിച്ചിങ്, ആദ്യം ജിൻഡോ കാക്ക, പിന്നെ ജിൻഡോ ബ്രോ, അത് കഴിഞ്ഞ് ജിൻഡോ ജിൻഡോ, അത് കഴിഞ്ഞ് പിന്നെ എടോ പോടോ, ആ ഒരു ലൈനാണ് ജാസ്മിൻ. അപ്പം അപ്പുറത്തെ സൈഡിലോട്ട് ഒന്ന് മാറിക്കിടക്കാവുന്നതേ ഉള്ളൂ ജാസ്മിന്. പാതിരാത്രി ഇത് പറഞ്ഞ് ബഹളം വെച്ചൊരു സീൻ ഉണ്ടാക്കേണ്ട യാതൊരുവിധ ആവശ്യവും ഉണ്ടായിരുന്നില്ല. പിന്നെ ജാസ്മിൻ ജിൻഡോയെ 2 തവണ തല്ലുന്നുണ്ട്. പോയി മാറിക്കിടക്കടോ എന്നൊക്കെ പറഞ്ഞിട്ട് തല്ലുന്നുണ്ട്, ശരിക്കും തല്ലുന്നുണ്ട് ജിൻഡോനെ. ഫിസിക്കൽ അസോൾട്ട്. ജാസ്മിൻ നല്ല ഓവറാണ്, ധാർഷ്ട്യമാണ്, വെറുപ്പിക്കലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ ആഴ്ചത്തെ ബാക്കിയാണ് എന്ന് നിസ്സംശയം പറയാം. എപ്പിസോഡിൽ കണ്ടപ്പോൾ തന്നെ അസഹനീയമായിട്ട് തോന്നിയൊരു കാര്യമാണ്. അപ്പൊ ഇത് എന്തായാലും ലാലേട്ടൻ ചോദ്യം ചെയ്യാനുള്ള വകയുണ്ട്. ഈ ഒരു സംഭവം ജിൻഡോയെ തല്ലിയ ആ ഒരു കേസ്, അതിപ്പം എത്ര സ്നേഹത്തോടെ കരുതലോടെ തല്ലിയതാണെന്ന് പറഞ്ഞാലും അത് ഒരു ദേഷ്യം വന്നിട്ട് ജാസ്മിൻ പ്രൊവോക്ക് ആയതിന്റെ പുറത്ത് തല്ലിയത് തന്നെയാണ്. ദാറ്റ് ഈസ് കൺസിഡേർഡ് ഫിസിക്കൽ അസോൾട്ട്. അപ്പം ലൈവില് 1 മണി വരെ കാത്തിരുന്ന് നമുക്ക് കൂടുതൽ വിശദാംശങ്ങളുമായിട്ട് വീണ്ടും കാണാം, കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.